ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയുടെ കേട്ടോ. വാഴയില ഉപയോഗിച്ചിട്ടല്ല ഞാനിവിടെ ഈ ഒരു ഇലയുടെ തയ്യാറാക്കുന്നത്. സാധാരണ നമ്മൾ വാഴയില ഉപയോഗിച്ചിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഈ ഒരു ഇലയുടെ ഏത് ഇല വെച്ചിട്ടാണെന്ന് നിങ്ങൾക്ക് വീഡിയോ മുഴുവനും കണ്ടാലേ മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യല്ലേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ അട എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഇതാ ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മളിപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ അളവ് അല്പം കൂടിപ്പോയതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കട്ടകളൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഇത് തീ കത്തിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കട്ടകളൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമാണ് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ഇളക്കി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി നമുക്കിത് കുറുക്കിയെടുക്കാം. ഇത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടിക്കോളും. ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു ടൈം വരെ വേണം നമ്മൾ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കൈകൊണ്ടൊന്നും കുഴയ്ക്കേണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിൽ നമ്മൾ കുഴച്ചെടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിലേക്ക് അടയുടെ ഉള്ളിലേക്ക് വെക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ചിരകിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് ഒരു 3-4 ഏലയ്ക്ക ചതച്ചതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ജീരകം ചതച്ചതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ജീരകപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ചുക്കുപൊടി ഉണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചുക്കുപൊടി ഒന്നും ഇല്ല, അതുകൊണ്ട് അത് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഏലക്കായും ജീരകവും ചേർത്ത് കൊടുത്തതിന് ശേഷം ശർക്കര, നന്നായിട്ട് ചിരകിയ ശർക്കര ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തേങ്ങായും അതുപോലെ ശർക്കരയൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ ചേർത്ത് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള അളവ് പറയാത്തത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയായി കിട്ടിക്കോളും. നമ്മൾ ഇലയട ഉണ്ടാക്കാനായിട്ടുള്ള ഇല റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വട്ടയിലയാട്ടോ, വാഴയിലയല്ല, വട്ടയിലയിൽ. പണ്ടൊക്കെ ഇതുപോലെ വട്ടയിലയിൽ അടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട്. അപ്പോൾ വട്ടയില കണ്ടപ്പം വല്ലാത്ത ഒരു കൊതി തോന്നി. എപ്പോഴും ഒന്നും ഇത് കിട്ടത്തില്ല കേട്ടോ. വാഴയില ഇഷ്ടം പോലെ കിട്ടും, വീട്ടിലുണ്ട് വാഴ. അപ്പോൾ ഈ വട്ടയില കിട്ടാൻ പാടായിരുന്നു. അതുകൊണ്ട് വട്ടയില കണ്ടപ്പോൾ ഇതിനകത്ത് തന്നെ ഉണ്ടാക്കണമെന്നുള്ള ഒരു കൊതി മൂത്തിട്ട് ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ആ വട്ടയില നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിംഗ് കൂടി വെച്ചതിന് ശേഷം മടക്കിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇല്ല കേട്ടോ, വളരെ കുറച്ച് ഇലയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇലയിൽ മുഴുവനും നമ്മൾ എന്തായാലും ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അടയെല്ലാം അതിലേക്ക് വെച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേഗം തന്നെ പ്ലേറ്റിലേക്ക് മാറ്റാം. എങ്ങനെയുണ്ടോ, ഇഷ്ടമായിട്ടുണ്ടോ വട്ടയിലയിലെ അട? ഞാനൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വട്ടയിലയിലൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഒരു കൊതി മൂത്തെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ വിചാരിച്ചു വട്ടയിലയുടെ ആ ഒരു മണമോ ടേസ്റ്റോ എന്തെങ്കിലും ഈ അടയ്ക്ക് ഉണ്ടാകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മാവ് അങ്ങനെ കുറുക്കി ഉണ്ടാക്കിയത് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? നിങ്ങൾ വട്ടയിലയിൽ കഴിച്ചിട്ടുണ്ടോ ഇങ്ങനെ അട ഉണ്ടാക്കിയിട്ട്? കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായിട്ട് വേഗം വരുന്നതായിരിക്കും. താങ്ക്